ആരാണ് നമ്മുടെ മക്കൾ? എന്താണ് അവരുടെ സ്ഥാനം? എങ്ങനെയാണ് അവരെക്കുറിച്ച് നാം സ്വപ്നം കണ്ടിരിക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സക്കരിയ നബി അലൈഹി ഇസ്ലാമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. വാർദ്ധക്യത്തിൽ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഫഹബ്ലി മില്ലദുൻക വലിയ, പടച്ചവനെ എനിക്കൊരു വലിയനെ നീ സമ്മാനമായി തരണം. അതായത് മക്കൾ വലിയാണ്, ആത്മമിത്രമാണ്. യരിസുനി വ യരിസുമിൻ ആലി യഅഖൂബ വജഅൽഹു റബ്ബി റളിയ. എന്തിനാണ് അങ്ങനെ ഒരു മകൻ? എന്നെ അനന്തരമെടുക്കുന്ന, എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ മഹാദൗത്യം നിർവഹിക്കാൻ ഈ ലോകത്തിനും കാലത്തിനും സമൂഹത്തിനുമായി ഒരു മകൻ, ഇസ്ലാമികമായ ദൗത്യ നിർവഹണത്തിൽ എൻ്റെ പിന്തുടർച്ചക്കാരൻ. വജഅൽഹു റബ്ബി റളിയ, നീ അവനിൽ തൃപ്തിപ്പെടുകയും ചെയ്യണമേ. മക്കൾ അങ്ങനെയാണ്, അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന, നമുക്കുപകാരപ്പെടുന്ന, സമൂഹത്തിന് പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണത്തിന് നാം സജ്ജരാക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട മക്കൾ. അവർ പിറക്കും മുമ്പേ നാം അവരെക്കുറിച്ച് താലോലിച്ചു വെച്ച ഈ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് മക്കൾ. അതായത് നാട്ടിൽ പറയും പോലെ ഉപകാരപ്പെടാതെ പോയ വാഴകളല്ല മക്കൾ, അള്ളാഹുവിൻ്റെ വലിയുകൾ, നമ്മളുടെ പ്രിയപ്പെട്ട ആത്മമിത്രങ്ങൾ.